ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു തായ് ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് ദ ലവ് പ്രൊപ്പോസൽ. ഈ ഡ്രാമയിലെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ പ്രണയിക്കുന്ന പെൺകുട്ടി അവൻ്റെ സ്വന്തം ബ്രദറിനെ മാരി ചെയ്യുന്നതാണ്. സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോ ആയ മിസ്റ്റർ നിക്ക് ഒരു ഫാമിലി ഫോട്ടോ നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ മദറിൻ്റെ കോൾ വരുന്നു. നിനക്ക് ഓർമ്മയില്ലേ, നമുക്കിന്ന് ഗ്രാൻഡ്പയുടെ വീട്ടിൽ പോകണമെന്ന് മദർ പറയുന്നുണ്ട്. മദർ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഗ്രാൻഡ്പയുടെ വീട്ടിലാണെന്ന് നിക്ക് പറയുന്നുണ്ട്. നിന്റെ എൽഡർ ബ്രദർ എവിടെയെന്ന് മദർ ചോദിക്കുമ്പോൾ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഇതാണ് മിസ്റ്റർ ടോയ്, നിക്കിൻ്റെ എൽഡർ ബ്രദർ. നെക്സ്റ്റ് സീനിൽ നിക്കിൻ്റെ മദറും അവിടേക്ക് വരുന്നുണ്ട്. അവരുടെ ആൻറ്റിയും ആൻറ്റിയുടെ ഫാമിലിയുമായിട്ട് അവിടേക്ക് വരുന്നു. ആൻറ്റിയുടെ മകൻ്റെ പേര് ചെന്നും മകൻ്റെ വൈഫിൻ്റെ പേര് വാദീനുമാണ്. അപ്പോഴേക്കും ഗ്രാൻഡ്മ അവിടേക്ക് വരുന്നു. എല്ലാവരും എണീറ്റ് ഗ്രാൻഡ്മയോട് നമസ്തേ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെയുള്ള സ്ഥിതിക്ക് ടൈം വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഗ്രാൻഡ് മദർ പറയുന്നു. ഗ്രാൻഡ്പയുടെ വില്ല് ലോയർ വായിക്കുന്നുണ്ട്. എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ബിസിനസ്സിൻ്റെ എല്ലാം ഹെഡ് ആക്കിയിരിക്കുന്നത് മിസ്റ്റർ ടോയിയാണ്. ഇത് കേട്ട് നിക്കും മദറും ടോയി എല്ലാം ഹാപ്പി ആകുന്നു. പക്ഷെ ആൻറ്റി ആകട്ടെ നല്ല ദേഷ്യത്തിലാകുന്നുണ്ട്. പക്ഷെ ടോയിയുടെയും ഫാമിലിയുടെയും ഈ സന്തോഷം ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നില്ലായിരുന്നു. കാരണം ഗ്രാൻഡ്പ വില്ലിൽ ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ടോയ്ക്ക് 30 വയസ്സാകുന്നതിന് മുന്നേ മാരി ചെയ്യണം. മാരിയെ മാത്രമല്ല ഒരു കുട്ടി ഉണ്ടായിരിക്കണം. അവരുടെ ബിസിനസ്സിൻ്റെ എല്ലാം നെക്സ്റ്റ് ഹയറായിട്ട്. ഇൻ കേസ് മിസ്റ്റർ ടോയ്ക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അതിനു മുന്നേ മിസ്റ്റർ ചെന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നതെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം മിസ്റ്റർ ചെന്നേതാകും. ഇൻ കേസ് മിസ്റ്റർ ചെന്നും കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ ഹെഡ് മിസ്റ്റർ നിക്കായിരിക്കും. ഇതിൽ ഒരു ആർഗ്യുമെന്റും പാടില്ലെന്നും കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വില്ലെല്ലാം വായിച്ച ശേഷം ഗ്രാൻഡ് മദർ അവരോട്, എനിക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇനിയിപ്പോൾ അവരുടെ ബിസിനസ്സിൽ നോക്കേണ്ടത് അവരുടെ മക്കളായ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗ്രാൻഡ് മദർ ടോയിയോട്, നീ എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി മാരി ചെയ്യൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡിനെ തരണം. ഈ ബിസിനസിന്റെ എല്ലാം അടുത്ത അവകാശി അവനായിരിക്കുമെന്ന് ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. ഇത് കേട്ട് ടോയുടെ 3 ഫാമിലി മെമ്പേഴ്സും ഷോക്കായിട്ട് പരസ്പരം നോക്കുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം ടോയുടെ മദർ അവനെ ഹഗ് ചെയ്തുകൊണ്ട്, നിനക്കറിയാമല്ലോ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഫാദർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെല്ലാം മറ്റാരുടെങ്കിലും കയ്യിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാനീ പറയുന്നത് നിന്റെയും നമ്മുടെ ഫാമിലിയുടെ നല്ലതിന് വേണ്ടിയാണ്. ഇതെല്ലാം നിക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ടോയ്ക്കൊരു കോൾ വരുന്നു. അവൻ അമ്മയുടെ കൈ വിട്ട ശേഷം അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ടോയ് ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ആരെയും നോക്കുന്നുണ്ട്. ബെഡ്റൂമിൽ വരുമ്പോൾ അവിടെയും ആരെയും കാണുന്നില്ല. അപ്പോൾ വാഷ്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട് അവൻ സ്മൈൽ ചെയ്തുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിൽക്കുന്നുണ്ട്. മറ്റൊരു പേഴ്സൺ അവിടേക്ക് നടന്നു വന്ന് ടോയെ ബാക്ക് ഹഗ് ചെയ്യുന്നു. നീ വരാൻ ഇത്രയും ലേറ്റായി എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ട്രാഫിക് ഒരുപാടായിരുന്നു എന്ന് ടോയ് പറയുന്നുണ്ട്. നിന്നെ കണ്ടല്ലോ, സോ ഞാൻ ഹാപ്പി ആയെന്ന് അയാൾ പറയുന്നുണ്ട്. ഞാൻ ലേറ്റായി വന്നതിന് പകരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ടോയ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഹഗ് ചെയ്യുന്നു. ഇവർ റിലേഷൻ കണ്ടാൽ ഇവർ ഇന്റിമേറ്റ് റിലേഷനിലാണെന്ന് തോന്നും. നെക്സ്റ്റ് സീനിൽ ഒരു കുട്ടി സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരികയാണ്. അതേസമയം അവൻ ഫോണിൽ നോക്കിയാണ് ഓടിക്കുന്നത്. ഇത് നിക്ക് കാണുന്നുണ്ട്. നിക്ക് പെട്ടെന്ന് തൻ്റെ വണ്ടി സൈഡിലേക്ക് എടുക്കുന്നു. ഈ കാരണത്താൽ കുട്ടി താഴെ വീഴുന്നുണ്ട്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ സീനാണ് കാണിക്കുന്നത്. നിക്ക് തൻ്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഓടി അവിടേക്ക് വരുന്നു. എന്നിട്ട് ആ ആക്സിഡൻറ്റ് സീനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആക്സിഡൻറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിക്ക് അവിടേക്ക് നോക്കുന്നു. ഈ പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ കുറച്ചു നേരം നോക്കിയിരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഡ്രാമയിലെ ഹീറോയിനാണ്. പേര് ന്യൂട്ട്. നേഴ്സ് ന്യൂട്ടിനോട് ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നും ചെറിയ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ, അത് ഡോക്ടർ ഇപ്പോൾ ഡ്രസ് ചെയ്യാണ്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവർ എവിടെയാണ്? അയാൾ എന്താ ഇവിടെ രക്ഷപ്പെട്ട് ഓടിയോ അതോ പോലീസ് അറസ്റ്റ് ചെയ്തോന്ന് അവൾ ചോദിക്കുന്നു. ഇതെല്ലാം നിക്കും കേൾക്കുന്നുണ്ട്. നിക്ക് കൗണ്ടറിന്റെ അടുത്തേക്ക് വരുന്നു. നേഴ്സ് അവനെ കണ്ട് ഇദ്ദേഹമാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. ആ കുട്ടി നിങ്ങളുടെ മകനാണെങ്കിൽ ദയവ് ചെയ്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം.
സൈക്കിൾ ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുതെന്ന് നിക്ക് പറയുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ സ്റ്റുഡൻറ്റിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളും ഫോൺ യൂസ് ചെയ്യായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് ശരി, നീ അപ്പോൾ ആ കുട്ടിയുടെ ടീച്ചറാണല്ലേ? ഞാൻ വിചാരിച്ചു മദറാണെന്ന്. ഇൻ കേസ് നിനക്ക് എന്നെക്കുറിച്ച് അറിയാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ഞാൻ ഫോൺ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. എത്രമാത്രമാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ലെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് നീ നിന്റെ മെന്റൽ ചെക്കപ്പ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കുമെന്ന് ഞൊട്ട് പറയുന്നു. നിക്കിനാകട്ടെ അവൾ പറയുന്ന കേട്ടിട്ട് ഒട്ടും ബാഡ് ഫീൽ ചെയ്യുന്നില്ല. നീ പറയുന്നത് ശരിയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ ആ കുട്ടിയുമായിട്ട് അവിടേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ ഞൊട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. നീ ഓക്കെ അല്ലേ? നിനക്ക് എവിടെയെങ്കിലും പെയിൻ ഉണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഇല്ല, താൻ ഓക്കെ ആണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഡോക്ടർ, ഇവന്റെ ഇഞ്ചുറി ഒരുപാട് സീരിയസ് ആണോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അല്ല, ചെറിയ ഇഞ്ചുറിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കൊള്ളുമെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ നിക്കു അവിടേക്ക് വരുന്നു. ഡോക്ടർ അവനെ നോക്കി നീ ഒരുപാട് കൂളാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞൊട്ട് താങ്കൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇവന്റെ പേര് നിക് എന്നാണ്. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഞൊട്ടിൻ്റെ മനസ്സിൽ നിക്കിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ഈ കുട്ടിയുടെ ആക്സിഡന്റ് പറ്റിയെന്നാണ്. സോ അവൾ അവനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ, ഇതിൽ മിസ്റ്റേക്ക് താങ്കളുടെ സ്റ്റുഡൻ്റ് ആണ്. താങ്കളുടെ സ്റ്റുഡൻറ്റ് ഫോൺ യൂസ് ചെയ്ത് സൈക്കിൾ ഓടിക്കുകയായിരുന്നു. അപ്പോൾ പ്രായമൊരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യായിരുന്നു. അത് ഇവൻ കാണുന്നുണ്ടായിരുന്നില്ല. നിക്ക് കറക്റ്റ് സമയത്ത് വണ്ടി കൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവൻ ആ ഓൾഡ് ലേഡി ഹിറ്റ് ചെയ്യാറുണ്ട്. നിക്ക് ഹോൺ അടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവൻ്റെ ചെവിയിൽ ഹെഡ്ഫോൺസ് ആയിരുന്നു. അതുകാരണം ഇവൻ ആ ഹോണിൻ്റെ സൗണ്ടും കേട്ടില്ല. ഇവരീ പറയുന്നത് ശരിയാണെന്ന് ഞൊട്ട് ചോദിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് അതിന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞൊട്ട് ഒരുപാട് എംബാരസ് ആകുന്നു. താൻ കാര്യം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. നിക്കാകട്ടെ സ്മൈൽ ചെയ്യുന്നു. എന്നിട്ട് അവളെ നോക്കി സിഗ്നൽ കാണിക്കുന്നുണ്ട്. അവൻ കൗണ്ടറിൽ വന്ന് ബില്ലെല്ലാം പേ ചെയ്യുന്നു. ഈ കുട്ടിക്ക് ഫർദറായിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നാലും ബില്ല് ഞാൻ പേ ചെയ്യാമെന്നും അവൻ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ ഞൊട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ നിക്ക് അവളെ മൈൻഡ് ചെയ്ത് അവിടെ നടന്നു പോകുന്നു. ഞൊട്ട് അവനെ വിളിച്ച് പുറകെ പോകുന്നുണ്ട്. അവൻ നിൽക്കാതെ വരുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. നിക്ക് അവൻ്റെ കൈ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് കൈ വിടുന്നുണ്ട്. എൻ്റെ പേര് സർ എന്നല്ല, നിനക്ക് എൻ്റെ പേര് വിളിക്കാം. എൻ്റെ പേര് നിക്ക് എന്നാണെന്ന് അവൻ പറയുന്നു. മിസ്റ്റർ നിക്ക്, ഞാൻ താങ്കളെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് അവൾ പറയുമ്പോൾ അതിനെന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. താങ്കൾ രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ചു, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൾ പറയുന്നു. അവൻ അവളുടെ ലെവലിലേക്ക് വന്ന് മൈ പ്ലഷർ എന്ന് പറഞ്ഞ ശേഷം അവിടുന്ന് പോകുന്നു. ഇത് കേട്ട് ഞൊട്ട് ഷോക്കായി നോക്കുന്നുണ്ട്. അതിനുശേഷം സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് സെറിമണിയാണ് കാണിക്കുന്നത്. ടോയെ ബിസിനസിൻ്റെ എല്ലാം ഡയറക്ടർ ആക്കുന്ന സെറിമണി ആയിരുന്നു. അവൻ്റെ മദറും നിക്കും എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ ടോയ് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് വരുന്നു. ഗ്രാൻഡ് മദർ അവനോട്, നീ ഇപ്പോൾ ഈ ബിസിനസിൻ്റെ എല്ലാം ഡയറക്ടർ പ്ലസ് പ്രസിഡൻ്റ് ആണ്. നീ ബിസിനസ് മാത്രം ആലോചിച്ചാൽ പോരാ, കുട്ടിയെക്കുറിച്ചും ആലോചിക്കണം. ഞാൻ ചെയ്യാമെന്ന് ടോയ് പറയുമ്പോൾ എനിക്കറിയാം നീ ഈ ബിസിനസ് വളരെ നന്നായി നോക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ് നിന്നെ പ്രഷർ ചെയ്യുന്നത്. കാരണം ഈ ബിസിനസ് മറ്റാരുടെയും കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയാണെന്നും ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് 1 വീക്ക് കഴിഞ്ഞുള്ള സീനാണ്. ഞൊട്ട് ആ കുട്ടിയും കൊണ്ട് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് വരുമ്പോൾ നിക്ക് അവിടേക്ക് വന്ന് തൻ്റെ കാർഡ് വെക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ആ കുട്ടിക്കുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഞാൻ പേ ചെയ്യുമെന്ന് അവൻ പറയുന്നു. താങ്കൾ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്തതാണ്. ഇനി താങ്കൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് അവൾ പറയുന്നുണ്ട്. ഇതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞ് അവൻ തൻ്റെ കാർഡ് ഫ്രണ്ടിലേക്ക് നീട്ടുന്നു. അപ്പോൾ ഞൊട്ട് ആ കാർഡ് ബാക്കിലേക്ക് വലിക്കുന്നുണ്ട്. രണ്ടുപേരും കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ലാസ്റ്റ് നിക്ക് ഞൊട്ടിൻ്റെ കയ്യിലടിക്കുന്നു. എന്നിട്ട് ആ കാർഡ് നഴ്സിൻ്റെ കൊടുത്ത ശേഷം ഇതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞൊട്ട് ഷോക്കായിട്ട് അവനെ നോക്കുന്നു. അപ്പോൾ നിക്ക്, നിന്നെ ഇപ്പോൾ കണ്ടാൽ നീ മനസ്സിൽ ഞാനുമായി ഫൈറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് അവൻ പറയുന്നു. എനിക്ക് താങ്കളുമായി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, താങ്കൾ വളരെ നല്ല പേഴ്സൺ ആണെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം നിക്ക് ആ സ്റ്റുഡൻ്റ് അടുത്ത് വരുന്നു. നിന്നെ ഇപ്പോൾ കണ്ടാൽ നീ ഓക്കെ ആണെന്ന് തോന്നുന്നു.
ശരി, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് നിക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ന്യൂട്ടിനെ നോക്കുന്നു. താങ്കൾ വറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. ഇതിൽ വറിയുടെ കാര്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിലാണ് ഞാൻ വറി ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സ്റ്റുഡൻ്റ് മദർ അവിടേക്ക് വരുന്നു. മദർ ന്യൂട്ടിൻ്റെ കൂടെ സംസാരിച്ച് നിൽക്കുമ്പോൾ നിക്ക് ആ സ്റ്റുഡൻറ്റിനെ തോണ്ടി എന്തോ സിഗ്നൽ കാണിക്കുന്നു. ശരി, നമുക്കിനി പോകാമെന്ന് മദർ പറയുമ്പോൾ ആ സ്റ്റുഡൻറ്റ് പെട്ടെന്ന് ഇല്ലില്ല, നമുക്ക് മിസ്റ്റർ നിക്കിൻ്റെ കൂടെ പോകാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിക്ക് സ്മൈൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ മദർ സ്റ്റുഡൻറ്റിനെയും കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുന്നേ ആ സ്റ്റുഡൻറ്റ് നിക്കിൻ്റെ കയ്യിൽ അടിക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നോക്കി തംസപ്പും കാണിക്കുന്നു. ഇതെല്ലാം ന്യൂട്ടും കാണുന്നു. അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഇവരുടെ രണ്ടുപേരും പ്ലാൻ ആയിരുന്നുവെന്ന്. നിക്കും ന്യൂട്ടും പരസ്പരം നോക്കി എംബാരസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്ക് ന്യൂട്ടിനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് അതോ നിന്റെ ബോയ് ഫ്രണ്ട് കൂടെയാണോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പേരൻസ് ഡിവോഴ്സാണ്, മദർ റീമാരേജ് ചെയ്തു, സോ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിന്റെ ബോയ് ഫ്രണ്ട് കൂടെയല്ല നീ താമസിക്കുന്നല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് ന്യൂട്ട് ദേഷ്യത്തിൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്ന് പറയുന്നുണ്ട്. നിക്ക് ഇത് കേട്ട് സ്മൈൽ ചെയ്യുന്നു. ന്യൂട്ടാകട്ടെ മനസ്സിൽ ഞാൻ എന്തിനാ ഇവനോട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നെന്ന് സ്വയം ചോദിക്കുന്നുണ്ട്. തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിന് ടാങ്ക്സ് പറഞ്ഞ ശേഷം അവൾ വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നു. പെട്ടെന്ന് നിക്ക് ഇറങ്ങി ഒരുപാട് ലേറ്റായി, നിനക്കെന്താ വിശപ്പില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂട്ട് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് വിശക്കുന്നു എന്ന് നിക്ക് പറയുന്നു. ന്യൂട്ടിനപ്പോൾ അവളുടെ മദറിൻ്റെ കോള് വരുന്നു. നിക്ക് നടന്നു വന്ന് അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ അവൾ ഒരുപാട് നെർവസ് ആകുന്നുണ്ട്. ഞാൻ പിന്നെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൾ നിക്കിനെ നോക്കുന്നുണ്ട്. നിനക്ക് വിശപ്പില്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിക്ക് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന കണ്ട് ന്യൂട്ട് സർപ്രൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വണ്ടിയിലിരുന്ന് നിക്ക് സ്വയം സ്മൈൽ ചെയ്തുകൊണ്ട് നീ അല്ലേ അവളെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്ത്, എന്നിട്ട് നീ എന്താ പെട്ടെന്ന് അവിടുന്ന് പോയെന്നൊക്കെ സ്വയം ചോദിക്കുന്നു. അതേസമയം ന്യൂട്ട് തനിക്ക് വേണ്ടി കുറച്ച് ഫുഡൊക്കെ വാങ്ങി തിരിച്ചു വരികയാണ്. അപ്പോൾ രണ്ടാളുകൾ വന്ന് അവളുടെ വഴി ബ്ലോക്ക് ചെയ്യുന്നു. നിന്റെ മദർ വാങ്ങിയ പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇതുവരെ തന്നില്ലെന്ന് അവർ അവളോട് പറയുന്നുണ്ട്. എൻ്റെ മദർ വാങ്ങിയ പണമെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തന്നു, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പോയി എൻ്റെ മദറിനോട് സംസാരിക്കണം, എൻ്റെ വഴി ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവൾ പറയുന്നുണ്ട്. നിന്റെ മദർ പൈസ തന്നില്ലെങ്കിൽ നീ തരേണ്ടി വരും എന്ന് പറഞ്ഞ് അവർ അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നു. ന്യൂട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ഫോഴ്സ് ചെയ്യുന്നു. അവൾ ഒച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അവളുടെ വായും പൊതുന്നുണ്ട്. അപ്പോഴേക്കും നിക്ക് ആ വഴി വരുന്നു. എന്നിട്ട് ഇത് കണ്ടവൻ ഷോക്കാകുന്നുണ്ട്. അവൻ ഓടി വന്ന് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവരുടെ ഫൈറ്റ് കണ്ട് ന്യൂട്ട് ഹെൽപ്പിന് വേണ്ടി സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ഗ്യാങ്സ്റ്റർ ഓടി വന്ന് അവളുടെ വാ പൊത്തുന്നു. എന്നിട്ട് അവളെ തള്ളി താഴേക്കിടുന്നുണ്ട്. ന്യൂട്ട് ഇഞ്ചേർഡ് ആകുന്നു. ഇത് കാണുമ്പോൾ നിക്ക് ഓടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സെക്യൂരിറ്റി അവിടേക്ക് വരുന്നു. ആ ഗ്യാങ്സ്റ്റേഴ്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ സീനാണ് കാണിക്കുന്നത്. ഡോക്ടർ അവളോട് പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കാലിൽ ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്, ഞാൻ അത് ഡ്രസ് ചെയ്തു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. ന്യൂട്ട് ഡോക്ടറിനോട് താങ്ക്സ് പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്ന നിക്കിനെ നോക്കുന്നുണ്ട്. ഡോക്ടർ എന്തോ ആലോചിച്ച ശേഷം ന്യൂട്ട് നീ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഷോക്കായി ഡോക്ടറെ നോക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം നിന്റെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ പോകുന്ന വഴിക്ക് നിനക്ക് തല കറക്കാൻ വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നു. നിക്ക് ഡോക്ടറിനെ നോക്കി പറയരുതെന്ന രീതിയിൽ സിഗ്നൽ കാണിക്കുന്നു. പക്ഷേ ഡോക്ടർ നിനക്ക് വിശ്വാസമുള്ള ആരുടെങ്കിലും കൂടെ പോകാൻ പറയുന്നുണ്ട്. നിക്ക് ഡോക്ടറിനെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. ന്യൂട്ട് അവനെ നോക്കി അതിൻ്റെ ആവശ്യമില്ല, ഇദ്ദേഹം ബിസി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു പ്രോബ്ലവും ഇല്ല, നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ തന്നെ നിനക്കറിയാവുന്നതല്ലേ ഞാൻ ഒരു ഗുഡ് പേഴ്സൺ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ടോയിയാണ് കാണിക്കുന്നത്. അവൻ തൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പാർട്ട്മെൻറ്റിൽ നോക്കുമ്പോൾ ഡ്രസ്സുകളെല്ലാം അവിടെ വാരി വലിച്ചിട്ടിരിക്കുന്നു. രണ്ടുപേര് ഡ്രിങ്ക് ചെയ്ത ഗ്ലാസ് ഇരിപ്പുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ടോയ്ക്ക് എന്തോ അൺഈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്.
അവൻ പതുക്കെ ബെഡ്റൂമിലേക്ക് വരുന്നു. അപ്പോൾ അവൻ്റെ ബോയ് ഫ്രണ്ട് മറ്റൊരാളുമായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്നവൻ കാണുന്നുണ്ട്. ടോയ് ഇത് കണ്ട് ഷോക്കായിട്ട് അവിടെ നിൽക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ആ പേഴ്സൺ ടോയ് നിൽക്കുന്ന കാണുന്നു. അവൻ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. ടോയെ കാണുമ്പോൾ അവൻ്റെ ബോയ് ഫ്രണ്ടും ഒരുപാട് എംബാരസ് ആകുന്നു. നീ ആവശ്യപ്പെട്ട ഈ വാച്ച് നിനക്ക് ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടി എൻ്റെ മീറ്റിംഗ് മിസ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് ടോയ് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ടോയ് അവൻ്റെ അടുത്തേക്ക് വന്ന ദേഷ്യത്തിൽ ഇതെല്ലാം തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൻ്റെ ബോയ് ഫ്രണ്ടും അവനോട് ദേഷ്യപ്പെടുന്നു. എത്ര നാള് ഞാൻ ഇതെല്ലാം സഹിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്നും എന്നോട് പറയും 7 മണിക്ക് വീട്ടിൽ വരുമെന്ന്, പക്ഷെ നീ വരുന്നത് 11 മണിക്കാണെന്ന് അവൻ പറയുന്നു. അതിൻ്റെ കാരണം എൻ്റെ ജോബാണെന്ന് അവൻ പറയുമ്പോൾ ഞാൻ എൻ്റെ സ്ലേവ് ഒന്നുമല്ല, നീ വരുന്ന വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കാൻ. ഞാനിവിടെ ലോൺലിയാണ്, എനിക്കും ഹാങ് ഔട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവൻ നടന്ന് ടോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമൊന്നുമല്ല, ഇതിനു മുന്നേയും ഒരുപാട് തവണ ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ടോയ് വീട്ടിൽ വന്ന ശേഷം ഇതെല്ലാം ആലോചിച്ച് കരയാണ്. അപ്പോൾ നിക്ക് അവിടേക്ക് വരുന്നുണ്ട്. ടോയുടെ കയ്യിൽ രക്തം വരുന്നവൻ കാണുന്നു. അവൻ ഓടി വന്ന് ബ്രദറിൻ്റെ കൈ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടോയ് ദേഷ്യത്തിൽ കൈ ടൈറ്റായിട്ട് മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. നിക്ക് ഒരു വിധത്തിൽ കൈ തുറക്കുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വാച്ച് ദൂരേക്ക് എടുത്ത് എറിയുന്നുണ്ട്. നിക്കിനെ ഹഗ് ചെയ്ത് ടോയ് ഒരുപാട് കരയുന്നു. തൻ്റെ ബ്രദറിന് എന്തു പറ്റിയെന്ന് നിക്കിന് ആദ്യം മനസ്സിലാകുന്നില്ല. ടോയ് എല്ലാ കാര്യങ്ങളും നിക്കിനോട് പറയുന്നുണ്ട്. തൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ ചീറ്റ് ചെയ്ത കാര്യം അവൻ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ടോയുടെ ദേഷ്യമെല്ലാം ശാന്തമാകുന്നു. ഇനി എന്ത് ചെയ്യാനാണ് താങ്കളുടെ പ്ലാനെന്ന് നിക്ക് ചോദിക്കുമ്പോൾ അവനുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയെന്ന് ടോയ് പറയുന്നുണ്ട്. അപ്പോഴേക്കും മദർ അവിടേക്ക് വരുന്നു. ഇത് നീ ചെയ്തത് നല്ല കാര്യമാണ്, ഏതെങ്കിലും നല്ലൊരു ഗേളിനെ കണ്ടെത്തി നീ മാരി ചെയ്യൂ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ മദർ പറയുന്നുണ്ട്. മദർ ഇത് ഇമ്പോസിബിൾ ആണെന്ന് ടോയ് പറയുന്നു. ഒന്നും ഇമ്പോസിബിൾ അല്ല, നീ ആദ്യം നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മദർ പറയുന്നുണ്ട്. ഇത് കേട്ട് മറുപടി ഒന്നും പറയാതെ ടോയ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് ന്യൂട്ടിൻ്റെ സ്റ്റെപ്പ് ഡാഡിനെയാണ് കാണിക്കുന്നത്. അയാൾ ന്യൂട്ടിൻ്റെ മദറിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്ട് അവിടേക്ക് വരുന്നു. ന്യൂട്ടിൻ്റെ നെറ്റിയിൽ മുറിവ് കാണുമ്പോൾ ഇതെന്തു പറ്റിയെന്ന് മദർ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഇയാളാണ്, ഇയാളുടെ ക്രെഡിറ്റേഴ്സ് എൻ്റെ അടുത്ത് പണം ചോദിക്കാൻ വന്നു എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് സ്റ്റെപ്പ് ഡാഡ് കരഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെടുത്തും സോറി പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ മദർ ഇമോഷണലാകുന്നുണ്ട്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പണം അയാൾക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡേ ഡോക്ടർ ന്യൂട്ടിനെ ചെക്കപ്പ് ചെയ്യാണ്. നിക്ക് അവിടേക്ക് വന്ന് എല്ലാം ഓക്കെ അല്ലേ, ഇവളുടെ കാലിലും ഇഞ്ചേർഡ് ആയിരുന്നു, അത് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിസ് ന്യൂട്ട് തന്നെ പറയുന്നുണ്ട് അവൾ ഓക്കെ ആണെന്ന്. പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ സർപ്രൈസ് ആണ്. സാധാരണ എൻ്റെ ഫ്രണ്ട് ആരെയും കുറിച്ച് വറി ചെയ്യാറില്ല, പക്ഷെ നിന്റെ കാര്യത്തിൽ കുറച്ച് എക്സ്ട്രാ വറി ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് നിക്ക് സ്മൈൽ ചെയ്തുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്തോ സിഗ്നൽ കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ നിന്റെ ഐബ്രോയ്ക്ക് എന്ത് പറ്റി, ഞാൻ എന്താ അതും ചെക്കപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ന്യൂട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. നിക്ക് സ്മൈൽ ചെയ്തുകൊണ്ട് പതുക്കെ ഡിന്നറിന് ഡോക്ടറിനോട് പറയുന്നു. ഡോക്ടർ ന്യൂട്ടിനോട് നീ ഫുഡ് കഴിച്ചോ, വിശന്നിരിക്കാൻ പാടില്ല, വിശന്നിരിക്കുകയാണെങ്കിൽ നിന്റെ അസുഖം കൂടുമെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ന്യൂട്ടിനൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ പിന്നെയും എൻ്റെ ഫ്രണ്ട് ഫ്രീ ആണ്, നീ വേണമെങ്കിൽ ഇവൻ്റെ കൂടെ പോയി ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ന്യൂട്ടിന് കാര്യം മനസ്സിലാകുന്നു. ഡോക്ടർ തന്നെ കളിയാക്കുന്ന കേട്ട് നിക്ക് മതിയെന്ന് പറയുന്ന രീതിയിൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. നീ ഇപ്പോഴും ഇവിടെ എന്തെടുക്കാണ്, പോയി ന്യൂട്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഡോക്ടർ വീണ്ടും പറയുന്നു. നിക്ക് മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചോളാമെന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഒറ്റയ്ക്കാണ്, അവൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാറില്ലെന്ന് ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കി എംബാരസ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ന്യൂട്ട് തൻ്റെ ഫോൺ നോക്കി മെസ്സേജ് ചെയ്ത് എന്തോ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നിക്ക് അവളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കൈ വെക്കുന്നു. നീ എന്താ ഇത്രയും സ്മൈൽ ചെയ്യുന്നത്, നിന്നെ കണ്ടാൽ ഏതോ ടീനേജർ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ ആരോടും ചാറ്റ് ചെയ്യല്ല, എൻ്റെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുകയാണ്. ഞാൻ ഓൺലൈനായി ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് നല്ല കാര്യമാണ്, നിന്റെ ID നീ എനിക്കും പറഞ്ഞു തരൂ, ഞാൻ നിന്നെ ഫോളോ ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. നിക്ക് അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് ഷോക്കായി.
ഇതെല്ലാം നീ ചെയ്താണോ ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൾ പറയുന്നു. നീ സത്യത്തിൽ എത്ര ജോബ് ചെയ്യാറുണ്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് അവൾ അവളുടെ ജോബ്സ് എല്ലാം പറയുന്നു. ഇതെല്ലാം നിക്ക് എണ്ണുന്നുണ്ട്. ഇത്രയും ജോബ് ചെയ്ത് നീ ക്ഷീണിക്കാറില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം എൻ്റെ ബിസിനസ് ആണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ വീണ്ടും തൻ്റെ കസ്റ്റമേഴ്സിന് റിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിക്ക്, ഞാൻ നിന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഗേൾഫ്രണ്ടുമായി ഞാൻ ബ്രേക്കപ്പ് ആയെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഫുഡ് വരുന്നു. താങ്കൾ കഴിച്ചു തുടങ്ങിക്കോളൂ, ഇപ്പോൾ ഫുഡ് നല്ല ചൂടാണ്. ഞാൻ ഈ ടൈം കൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും റിപ്ലൈ ചെയ്യുന്നു. നിക്കാകട്ടെ സ്നേഹത്തോടെ അവളെ നോക്കിയിരിക്കുന്നു. അവനെ കണ്ടാൽ അറിയാം അവൻ ന്യൂട്ടിനെ ലൈക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന്. അവൻ ചെയറെടുത്ത് ന്യൂട്ടിനടുത്ത് വന്നിരിക്കുന്നു. താങ്കൾ ഇത് എന്ത് ചെയ്യാൻ അവൾ ചോദിക്കുമ്പോൾ നിന്റെ കസ്റ്റമേഴ്സിന് നീ റിപ്ലൈ കൊടുക്കൂ, ഞാൻ നിനക്ക് ഫുഡ് വാരി തരാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ എടുത്ത് ഫുഡ് അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ന്യൂട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. നീ വേഗം ഫുഡ് കഴിക്കൂ, എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നു. അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ സ്പൂൺ മാറ്റുന്നുണ്ട്. ഇത് കണ്ട് ന്യൂട്ട് അവനെ അടിക്കുന്നു. അതിനുശേഷം അവൾ ഫുഡ് കഴിക്കുന്നു. നീ ഇപ്പോൾ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ നമുക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് ഷോക്കായിട്ട് അവനെ നോക്കുന്നു. നിക്കാകട്ടെ ഷൈ ആയിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ന്യൂട്ട് സ്മൈൽ ചെയ്യുന്നു. തിരിച്ചു പോകുമ്പോഴും നിക്ക് സ്മൈൽ ചെയ്യാണ്. അവൻ ന്യൂട്ടിൻ്റെ പ്രൊഫൈൽ നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ആലോചിച്ച് തൻ്റെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്യുന്നു. ഞാൻ നിനക്ക് ഒരു ID ഫോർവേഡ് ചെയ്ത് തരാം, നീ ആ IDയിലുള്ള എല്ലാ പ്രൊഡക്ട്സും വാങ്ങണം, എല്ലാം വളരെ നല്ല പ്രൊഡക്ട്സാണ്. എൻ്റെ ബ്രദർ പ്രസിഡൻ്റ് ആയതിന് എനിക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, എന്നെക്കുറിച്ച് നീ ഈ ഷോപ്പ് കീപ്പറിനോട് പറയരുതെന്നും അവൻ പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ ഒരുപാട് സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ നിക്കിൻ്റെ മദർ തൻ്റെ സെർവനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ലക്കിയാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് കോഫി വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് വരികയാണ്. അവളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല കോഫി നല്ല ചൂടുമായിരുന്നു. അതുകൊണ്ട് അവൾക്കതെല്ലാം എടുക്കാൻ പറ്റുന്നില്ല. ടോയും ആ ഷോപ്പിലുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ ന്യൂട്ടിനടുത്ത് വന്ന്, മിസ്, താങ്കൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആദ്യം അവൾ സമ്മതിക്കുന്നില്ലെങ്കിലും ലാസ്റ്റ് സമ്മതിക്കുന്നുണ്ട്. ശരി, താങ്കൾ എനിക്ക് വേണ്ടി ഒരു കപ്പ് ഹോൾഡ് ചെയ്യാൻ അവൾ പറയുന്നു. ടോയുടെ മദർ വന്നിരിക്കുന്നത് ന്യൂട്ടിൻ്റെ മദറിൻ്റെ സലൂണിലാണ്. ന്യൂട്ട് ടോയുടെ കൂടെ സലൂണിലേക്ക് വരുമ്പോൾ മദർ കണ്ട് ഷോക്കായി. നീ യങ് മാസ്റ്ററിൻ്റെ കൂടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ന്യൂക്ക് സർപ്രൈസ് ആകുന്നു. കാരണം അവൾക്ക് അറിയില്ലായിരുന്നു ടോയ് ആരാണെന്ന്. അത് സാരമില്ല, ന്യൂട്ടിൻ്റെ കയ്യിൽ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, സോ ഞാൻ ഹെൽപ്പ് ചെയ്തതാണെന്ന് ടോയ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ന്യൂട്ടിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ സത്യത്തിൽ ആ ഗ്രൂപ്പിൻ്റെ യങ് മാസ്റ്റർ ആണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. വെളിയിൽ വന്ന് ന്യൂട്ട് ടോയോട് സംസാരിക്കുന്നു. താങ്കളെ കണ്ടിട്ട് കുറേ നാളായി, സോ എനിക്ക് മനസ്സിലായില്ലെന്ന് അവൾ പറയുന്നുണ്ട്. നീയും ഒരുപാട് വലുതായി. പണ്ടൊക്കെ നീ നിന്റെ മദറിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വരാറില്ലെന്ന് അവൻ പറയുന്നു. ഇടയ്ക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. മദർ സെക്കൻഡ് മാരേജ് ചെയ്തു. എനിക്കിപ്പോഴും അറിയില്ലായിരുന്നു മദർ ഇപ്പോഴും താങ്കളുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന്. കുട്ടിക്കാലത്തെ കാര്യമെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. താങ്കൾക്കൊരു യങ് ബ്രദർ ഉണ്ടായിരുന്നല്ലോ, അവനെന്ത് വാശിയായിരുന്നു, എന്നെ ഒരുപാട് ശല്യം ചെയ്യുമായിരുന്നു. അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. അവൻ ഇപ്പോഴും അങ്ങനെയാണെന്ന് ടോയ് പറയുന്നു. താങ്കൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. താങ്കൾ പണ്ട് ഒരുപാട് കൈൻഡ് ഹാർട്ടായിരുന്നു. എന്നെ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എനിക്കെപ്പോഴും സ്നാക്സ് ഒക്കെ തരുമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്കിപ്പോഴും എന്നെ ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതേസമയം ടോയുടെ മദർ ന്യൂട്ടിൻ്റെ മദറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോയ് ന്യൂട്ടുമായി സംസാരിക്കുന്നത് മദർ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് എന്തോ കാര്യം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ന്യൂട്ട് തൻ്റെ വർക്ക് പ്ലേസിലേക്ക് വരുന്നു. ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് തുറക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് സമയത്ത് നിക്ക് അവിടേക്ക് വരുന്നു. എന്നിട്ട് ഈസിയായി ഡോർ തുറക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വരികയും ചെയ്യുന്നു. സോറി, ഞാൻ വരാൻ ലേറ്റായെന്ന് അവൻ പറയുമ്പോൾ ന്യൂട്ടിനാകട്ടെ കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ,
നിന്റെ ജോബിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് താങ്കൾ എന്നെ ടീസ് ചെയ്യാണെന്നായിരുന്നു എന്ന് അവൾ പറയുന്നു. എനിക്ക് ടീസ് ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാര്യമായിട്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ കൂടെ അവളുടെ വർക്ക് പ്ലേസിലേക്ക് വരുന്നു. നൂണിൻ്റെ പെയിൻറ്റിങ് കാണുമ്പോൾ നിന്റെ പെയിൻറ്റിങ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്, നീ സത്യത്തിൽ വളരെ ടാലൻറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. നിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കണ്ടു, നിന്റെ പ്രോഡക്ട്സ് എല്ലാം വളരെ നല്ലതാണെന്നും അവൻ പറയുന്നു. നീ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിന്റെ സ്വപ്നങ്ങളെല്ലാം നീ ഫുൾഫിൽ ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നീ പറഞ്ഞ സത്യമാണ്. ഈ മാസം ഞാൻ എൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് വിറ്റു. 1 വർഷം കൊണ്ട് ഞാൻ നേടുന്ന ടാർഗറ്റ് 1 മാസം കൊണ്ട് ഞാൻ ഫുൾഫിൽ ചെയ്തു എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ അവൾക്കറിയില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ നീക്കായിരുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം നീ ഒരുപാട് റിച്ചായി കാണുമല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്ക് ഊഹിക്കാൻ പറ്റാത്തത്രയെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് നിക്ക് സ്മൈൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും സംസാരിക്കാൻ ടൈമില്ല, നീ വേഗം ഈ ഏപ്രൺ കെട്ടിയതിനെ ഹെൽപ്പ് ചെയ്യാൻ അവൾ പറയുന്നു. അതിനുശേഷം നിക്കിൻ്റെ കോട്ടൂരാൻ അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും പെയിൻറ്റിങ് ചെയ്യുന്നു. നിക്ക് വോളിൽ ഒരു ഹാർട്ട് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ന്യൂട്ടിനെ നോക്കുന്നു. നീ എൻ്റെ പെയിൻറ്റിങ് മോശമാക്കുകയാണ്, വേഗം ഇത് മായ്ച്ചു കളയാൻ അവൾ പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, ഇത് ഒരുപാട് ക്യൂട്ടാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ന്യൂട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും പെയിൻറ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്ക് പെയിൻറ് അവളുടെ ദേഹത്ത് സ്പ്രെഡ് ചെയ്യുന്നു. ന്യൂട്ട് അവളുടെ ബ്രഷ് കൊണ്ട് അവൻ്റെ ദേഹത്ത് പെയിൻറ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ എന്നെ ചലഞ്ച് ചെയ്യാനല്ലേ ചോദിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻറ് എറിഞ്ഞ് ഒരുപാട് പ്ലേ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. ഒരു വയറിൽ തട്ടി ന്യൂട്ട് വീഴാൻ തുടങ്ങുമ്പോൾ നിക്ക് അവളെ പിടിക്കുന്നുണ്ട്. മുകളിലുണ്ടായിരുന്ന ഡെക്കറേഷൻ ബോൾസ് എല്ലാം താഴേക്ക് വീഴുന്നു. രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്.